ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും കൂട്ടായ്മയിൽ ഉണ്ട് എന്നുമാണ് മെക്സവൻ അധികൃതരുടെ വിശദീകരണം. BJP സ്ട്രോങ് ഹോൾഡിലാണെങ്കിൽ അവിടെയുള്ള ആളുകൾ BJPക്കാരാകും. കോൺഗ്രസ് സ്ട്രോങ് ഹോൾഡിലാണെങ്കിൽ കോൺഗ്രസ് ആകും. ലീഗ് സ്ട്രോങ് ഹോൾഡ് ലീഗർ. AP വിഭാഗമാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ലീഡ് ചെയ്യുന്ന അവിടുത്തെ യൂണിറ്റുകൾ കൺട്രോൾ ചെയ്യുന്നവർ. കാരണം അവരാണ് ഭൂരിപക്ഷം. അപ്പൊ ഇതിൽ അങ്ങനെ ജമാഅത്തുള്ളവർക്കുണ്ടാവും. പക്ഷെ ഞങ്ങൾ CPM ഇപ്പൊ മോഹൻ മാസ്റ്റർക്ക് മറുപടി CPM-മാരൊക്കെ ഉണ്ട് പറഞ്ഞത്. ഞങ്ങളതല്ല പറഞ്ഞത്. ഇവർക്കൊന്നും ഞങ്ങൾ മറുപടി പറഞ്ഞില്ല. അതുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ് മറുപടി പറഞ്ഞത്. ഇതിന്റെ തുടക്കം മുതൽ തന്നെ പറയുന്നത് ഫൗണ്ടർ ഇന്ന ആളാണ്, അംബാസഡർ ഇന്ന ആളാണ്, ഇതൊരു ട്രസ്റ്റ് ആണ്. ഇപ്പം അത് ഓരോരോ സ്ഥലത്ത് ഏറ്റെടുക്കുന്ന. അപ്പൊ ഇതിൽ വരുന്നവർക്ക് സംശയമില്ല, വരുന്നവർ ആർക്കും അറിയാം സാർ. ഷഹീദ്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ളവരുണ്ട് എന്ന് പറയുന്നു. അപ്പോഴും എല്ലാ മതവിഭാഗത്തിലും ഉള്ളവരുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതേപ്പറ്റി ഒന്നും ഇദ്ദേഹം പറഞ്ഞു കേൾക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഇതൊരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ച് അവരിലേക്ക് മാത്രം ഇറങ്ങി വരുന്ന സംഘടനയാണ് എന്ന ആരോപണം ശരിവയ്ക്കപ്പെടുകയല്ലേ? മോത്തി, നമുക്ക് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ പ്രാഥമികമായി പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. വ്യത്യസ്ത മതസംഘടനയിൽപ്പെട്ട ആളുകളുണ്ട്, മതവിശ്വാസികളുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യത്യസ്ത മതത്തിൽപ്പെട്ട മുസ്ലിം വിശ്വാസികൾ മാത്രമല്ല, മറ്റ് മതത്തിൽപ്പെട്ട വിശ്വാസികളും ഇതിലുണ്ട്, പ്രാഥമികമുണ്ട്. പക്ഷേ അത് അങ്ങനെ ഉണ്ട് എന്ന് കരുതി ഇവർ കഴിഞ്ഞ ഈ 2 വർഷമായി തുടർന്ന് വരുന്ന പ്രവർത്തന രീതിയുടെ അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ള ചോദ്യത്തെ ഇത് ഇല്ലാതാക്കുന്നില്ല എന്നുള്ളതിനാണ്. കാരണം സ്വാഭാവികമായും നമ്മളൊരു പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ പ്രവർത്തിക്കുകയാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി മറ്റ് പല മതത്തിൽപ്പെട്ട ആളുകളെയും അല്ലെങ്കിൽ മറ്റ് സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളെയും ഒക്കെ, ഈ രാഷ്ട്രീയ പാർട്ടിയും സംഘടനയും ഒക്കെ പെട്ട ആളുകൾ നേരത്തെയും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളിലും ഉണ്ടായിരുന്നൊരു യാഥാർത്ഥ്യമാണ്. ഒപ്പം തന്നെ അവരുടെ രാഷ്ട്രീയ സംവിധാനമായ SDPI അവരിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. SDPIയിലും ഇത്തരം മതവിശ്വാസികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഇത് വളരെ പെട്ടെന്ന് തന്നെ പ്രകടമായ രീതിയിലുള്ള ഒരു മത സംഘടനയായി മാറാതെ മറ്റ് ആളുകളെ പൊതുസമൂഹത്തിന് അംഗീകാരം കിട്ടുന്ന രീതിയിൽ, ആളുകൾ കൂടുതൽ ഇങ്ങോട്ട് ആകർഷിക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു മുസ്ലിം വിശ്വാസികളെ മാത്രമായി അങ്ങനെ സ്ക്രൂട്ടിനി ചെയ്തെടുക്കുന്നു എന്ന് വരുമ്പോൾ ഇസ്ലാം മത വിശ്വാസികൾ പോലും ആ സംഘടനയിലേക്ക് കൂടുതൽ അല്ലെങ്കിൽ ഈ സംവിധാനത്തിലേക്ക് കൂടുതൽ വരാതിരിക്കുന്ന സംശയത്തോടുകൂടി, പ്രാഥമികമായ സംശയത്തോടുകൂടി കാണാൻ സാധിക്കും. അങ്ങനെ സംശയങ്ങളൊന്നും ഇല്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളത് ഇവരുടെ രീതിയാണ്. അതൊക്കെ ഇനി അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തേണ്ടതാണ്. ഈ കാര്യത്തിലുള്ള പരിശോധനകളൊക്കെ ഇനി നടക്കേണ്ടതാണ്. പക്ഷേ ഈ മുൻകാല അനുഭവം വെച്ചാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകളും പ്രത്യേകിച്ച് AP വിഭാഗവും ഇപ്പോൾ CPM-ൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും ഒക്കെ, അവർക്ക് പ്രത്യേകിച്ചും മോഹൻ മാഷക്കൊക്കെ P. മോഹനൊക്കെ കോഴിക്കോടൊക്കെ ഉള്ള അതിൻ്റെ പ്രവർത്തന രീതി അത് അറിയാം. അദ്ദേഹത്തിൻ്റെ വീട് നാദാപുരം കുറ്റ്യാടി ഭാഗങ്ങളാണ്. അവിടെയൊക്കെയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആദ്യ രൂപമായ NDF ഒക്കെ ആദ്യം രൂപപ്പെട്ട് വരുന്നത്. ആ ഒരു സംശയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇക്കാര്യത്തിൽ ഈ മുൻകാല അനുഭവം ഇങ്ങനെയായിരുന്നു ഈ ഇത്തരം സംഘടനകൾ കേരളത്തിൽ വേര് പിടിപ്പിക്കാൻ ശ്രമിച്ചത്. പൊതുസമൂഹം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയിണക്കി വ്യായാമം, പൊതുരീതി, ആരോഗ്യ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകളെ കൂടുതൽ ഇതിലേക്ക് ആകർഷിച്ചിരുന്നത്. സമാനമായ ഒരു രീതി ഈ മെക്സവനിലും കാണുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംശയാസ്പദമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇക്കാര്യത്തിലൊക്കെ വിശദമായ പരിശോധനകളും അന്വേഷണങ്ങളും നടക്കേണ്ടതുണ്ട്. പ്രാഥമികമായും തങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റുന്നു എന്നാണ് ഈ സംഘടനകൾ ഇപ്പോൾ പറയുന്നത്.